ഈ കഴിഞ്ഞ പോയൊരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട ഒരു പൊസിഷനാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ താരങ്ങളാണെങ്കിലും ഇന്ത്യൻ താരങ്ങളാണെങ്കിലും അത്ര കണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഈ കഴിഞ്ഞ പോയൊരു ISL സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ എടുത്തു പറയേണ്ട പേരാണ് മിലോസ് ട്രിൻസിച്ചിൻ്റേത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ISLൻ്റെ 10ാം സീസണിൽ നിലനിർത്തിയ താരമാണ് ഇദ്ദേഹം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോണ്ടുഗ്രീൻ താരമായിട്ടുള്ള ഇദ്ദേഹത്തിന് 24 വയസ്സാണ് പ്രായം. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഏറ്റവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ശ്രദ്ധയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു താരമാണ് മിലോസ് ട്രിൻസിച്ചിൻ്റേത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മൊത്തം തന്നെ നിരാശ നൽകിയ പ്രകടനമായിരുന്നു ഈ ഒരു സീസണിൽ ഉടനീളം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു പോയ സൂപ്പർ കപ്പിൽ മോഹൻ ബഗാനോട് തോറ്റ മത്സരത്തിലും ഇദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കുകൾ കൊണ്ട് ആണ് സെക്കൻഡ് ഗോൾ വന്നതെന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. സോ ഒരുപക്ഷെ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അത് മാത്രമല്ല ഒരുപാട് റൂമറുകളും വാർത്തകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ നിലനിർത്തുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തൃപ്തരല്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇദ്ദേഹത്തെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പകരക്കാരൻ ആവാനായിട്ട് യോഗ്യതയുള്ള ഒരു ടോപ്പ് 3 പ്ലേയേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുവാനായിട്ട് സാധ്യതകളുണ്ട് എന്ന് റൂമറിലും ഇതിൽ 2 താരങ്ങളുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂട്ടി എന്ന് നമ്മൾ ഈ ഒരു ടോപ്പ് 3 ലിസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ 3 താരങ്ങളെ സൈൻ ചെയ്യുമെന്നല്ല നമ്മൾ പറയുന്നത്. പകരം കേരള ബ്ലാസ്റ്റേഴ്സ് മിലോസ് ട്രിൻസിച്ചിനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ഹെഡ് പൊസിഷനിലേക്ക് ഒരു വിദേശ താരത്തെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കാവുന്ന ISLൽ തന്നെ കളിച്ചിട്ടുള്ള 3 താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ഈ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ താരമെന്ന് പറയുന്നത് പഞ്ചാബ് FCയുടെ നൊവേസ് സെലിച്ചാണ്. താരം പഞ്ചാബ് FC വിടുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നൊവേസ് സെലിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പക്ഷേ ഗുണം ചെയ്തേക്കുമെന്ന് തന്നെ എടുത്ത് പറയേണ്ടതാണ്. അതുമാത്രമല്ല സീസണിൻ്റെ അതായത് കഴിഞ്ഞു പോയ ISL സീസണിൻ്റെ ആദ്യ സമയത്ത് പഞ്ചാബ് FCക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെ നൊവേസ് സെലിച്ച് കാഴ്ചവെച്ചെങ്കിൽ പോലും പിന്നീട് വന്ന മത്സരങ്ങളിൽ അത്ര കണ്ട് ശോഭിക്കുവാനായിട്ട് താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതിനാൽ തന്നെ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള സാധ്യതകൾ അത്ര കണ്ടില്ലെങ്കിൽ പോലും എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കളിശൈലി അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ ലിസ്റ്റിലെ 2ാമത്തെ താരം എന്ന് പറയുന്നത് ISLൽ തന്നെ ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ള ഫോറിൻ ഡിഫൻഡേഴ്സിൽ ഒരാളായിട്ടുള്ള തിരിയാണ്. ISLൽ ATKക്ക് വേണ്ടിയും ATK മോഹൻ ബഗാന് വേണ്ടിയും അതോടൊപ്പം തന്നെ ജംഷഡ്പൂർ FCക്ക് വേണ്ടിയും മുംബൈ സിറ്റി FCക്ക് വേണ്ടിയും ISLൽ ബൂട്ടണിഞ്ഞിട്ടുള്ള ഫോറിൻ ഡിഫൻഡറാണ് തിരി എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ അത്ര കണ്ട് അതായത് ISLൽ ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. അത് മാത്രമല്ല വളരെയധികം മികവേറിയ താരമാണ്. ഡിഫൻസീവ് ഹെഡ് റോളിലൊക്കെ നിലനിന്ന് കഴിഞ്ഞാൽ ഒരു ടീമിനെ തന്നെ നയിക്കുവാനുള്ള എല്ലാ കപ്പാസിറ്റിയും തിരിക്കുണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. മാത്രമല്ല ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നൊവേസ് സെലിച്ചിൻ്റെയും അതോടൊപ്പം തന്നെ തിരിയുടെയും കാര്യത്തിലായിരുന്നു കൂടുതൽ അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇവരിൽ 2 പേരെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ചർച്ചകൾ നടത്തുന്ന എന്ന തരത്തിലായിരുന്നു അഭ്യൂഹങ്ങൾ അതായത് റൂമർ അടിസ്ഥാനത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ലിസ്റ്റിലെ 1ാമത്തെ താരമെന്ന് പറയുന്നത് സ്റ്റീഫൻ എസ്സെ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മിലോസ് ട്രിൻസിച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തൊരു പകരക്കാരനെ എത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ കരുതുന്നത് സ്റ്റീഫൻ എസ്സെ ആണ്. കാരണം ജംഷഡ്പൂർ FCക്ക് വേണ്ടി വളരെ മികവേറിയ പ്രകടനം തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ജംഷഡ്പൂർ FCയെ സെമി ഫൈനൽ എത്തിക്കുന്നതിൽ ഒരു വലിയ പങ്ക് തന്നെ ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ചില സമയങ്ങളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർസെപ്ഷൻ ആവട്ടെ അത് മാത്രമല്ല അറ്റാക്കിങ്ങിലാവട്ടെ അതായത് ഡിഫൻസിൽ നിന്നും അറ്റാക്കിങ്ങിലേക്കാണെങ്കിലും അതോടൊപ്പം തന്നെ അറ്റാക്കിംഗ് യൂണിറ്റിലും ഒരുപോലെ പങ്ക് നൽകുന്നൊരു പ്ലെയറാണ് സ്റ്റീഫൻ എസ്സെ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ജംഷഡ്പൂർ FCക്ക് ബോൾ റിക്കവറീസിലാണെങ്കിൽ പോലും നല്ല നല്ല പാസുകൾ നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഇദ്ദേഹം വളരെ മികവേറിയ പ്രകടനം തന്നെ
കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. സോ ഈ 3 താരങ്ങളാണ് നമ്മൾ നിർമ്മിച്ച ഈ ഒരു ടോപ്പ് 3 ലിസ്റ്റ്. അതായത് മിലോസ് ഡോൺചിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് നല്ല റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഐഎസ്എല്ലിന് തന്നെ നല്ല റീപ്ലേസ്മെൻ്റ് എന്ന് നമ്മൾ കരുതുന്ന 3 പേര്. ഒരു പക്ഷേ വേറെ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. എന്നാൽ പോലും ഇവരും നല്ല ഓപ്ഷനുകളാണെന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്.